Srikrishna College for Healthcare and Media Studies. VWalk Medical Lab നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. 38 വർഷത്തെ സേവനത്തിന് ശേഷം ചെമ്പൻകുളമ്പ് അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന ലീല ടീച്ചർക്ക് നാടിന്റെ ആദരം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വൈകാരികമായ യാത്രയയപ്പാണ് നൽകിയത്. ചേലക്കര പഞ്ചായത്തിലെ 175 നമ്പർ ചെമ്പൻകുളമ്പ് അങ്കണവാടിയിൽ നിന്ന് 38 വർഷത്തെ സുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ലീല ടീച്ചർക്ക് വൈകാരികമായ യാത്രയയപ്പ് നൽകി. അങ്കണവാടി ജീവനക്കാരും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്നാണ് ലീല ടീച്ചർക്കായി ഹൃദ്യമായ ചടങ്ങ് സംഘടിപ്പിച്ചത്. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതിലൊരു ടീച്ചർക്ക് ഒരു വിഷമമൊന്നും വേണ്ട, റിട്ടയർ ചെയ്യാന്നുള്ളത്. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെന്താ വെച്ച് കഴിഞ്ഞാൽ, അയ്യോ വയസ്സ് ഒരുപാടായോ, 62 വയസ്സ് അല്ലെ, 62 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെറുപ്പാണ്, വലിയ ചെറുപ്പാണ് 62 വയസ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ 38 വർഷം മുന്നേ ജോലിക്ക് കയറുക എന്ന് പറഞ്ഞാൽ സേവനത്തിന്റെ പ്രാധാന്യമാണ്. അത് നമ്മൾ ഓർക്കണം. ആ 38 വർഷം മുന്നേ ടീച്ചർക്ക് കിട്ടിയിരുന്ന ഒരു ദിവസം ഒരു മാസം കിട്ടുന്ന 250 രൂപ. ടീച്ചറെ 250 രൂപയാണ് ഒരു മാസം വേതനമായിട്ട് ലഭിച്ചിരുന്നത്. ഇപ്പോ ഏകദേശം 15,000 രൂപയോളം ഏകദേശം ആയിട്ടുണ്ട്. അത്യാവശ്യം വരുമാനമൊക്കെ ആയപ്പോഴേക്കും റിട്ടയർമെന്റ് എന്ന ആ ഒരു നിയമം പറയുന്നത് 62 വയസ്സാണ്. വയസ്സായിട്ടല്ല, 62 വയസ്സായതുകൊണ്ടാണ് ടീച്ചർ റിട്ടയർമെന്റ് ഈ ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. പതിറ്റാണ്ടുകളായി കുരുന്നുകൾക്ക് വിദ്യ പകർന്നു നൽകിയ ലീല ടീച്ചർ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് സ്വാഗതം ചെയ്യുകയും ഭാവുകങ്ങൾ നേരുകയും ചെയ്തു. നയനാസത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർമാരായ വഫ, ഷാഹുൽ രാജ്, പ്രദീപ് നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു. മുൻ മെമ്പർമാരായ മോഹൻദാസ്, അച്ഛൻകുഞ്ഞ്, സന്ധ്യ എന്നിവരും ലീല ടീച്ചറുടെ സേവനങ്ങളെ അനുസ്മരിച്ചു സംസാരിച്ചു. കൂടുതൽ ടീച്ചർമാർ റിട്ടയർഡ് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് റിട്ടയർഡ് ആവുന്നത് ലീല ടീച്ചറാണ്. അപ്പൊ എല്ലായിടത്തും ഓരോ പോസ്റ്ററുകൾ, എനിക്ക് ഓരോ മെമ്പർമാരും ഓരോ പോസ്റ്ററുകൾ ഇട്ട് തരുമ്പോൾ ടീച്ചറിനെ മാത്രം കാണാത്തപ്പോൾ ഒരു വിഷമം തോന്നി. ഇവിടെ നിന്ന് ഒരു അനുകൂലിയാത്ത. പിന്നെ ഹെൽപ്പറെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്മമാരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നോക്കുന്നുണ്ട് ടീച്ചറെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂടെ കൂടാൻ കഴിഞ്ഞു. അതിന് മുന്നിൽ എല്ലാറ്റിനും നിന്ന നയനയ്ക്ക് തന്നെയാണ് എന്തായാലും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത്. ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു വന്നപ്പോൾ മുതൽക്ക് ഞങ്ങള് ചേലക്കരയിൽ വെച്ചിട്ടുള്ള ഒരു പരിചയമാണ്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലീല ചേച്ചി കാക്കോടാണ് വീട് എന്നുള്ളതൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ വീട് ഇവിടെ ചെമ്പാങ്കുളമ്പിൽ തന്നെയാണ്. 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചതൊക്കെ കാക്കോട് സ്കൂളിലാണ്. അപ്പൊ അതൊക്കെ പിന്നീടാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതും സംസാരിക്കുന്നതൊക്കെ. ഇനിയിപ്പോ ടീച്ചറെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയാണ് ടീച്ചർ. രാവിലെയും വൈകുന്നേരം 2 നേരം ഇതിലെ നടന്നു പോകുന്നത്. ഈ 175 നമ്പർ അംഗനവാടി സത്യത്തില് ചെമ്പാങ്കുളമ്പിലാണ്. ചെമ്പാങ്കുളമ്പ് അംഗനവാടി എന്നാണ് അറിയപ്പെടുന്നത്. അത് പിന്നീട് സ്ഥലം കിട്ടാതെ വന്ന സമയത്ത് പല സ്ഥലങ്ങളും അന്വേഷിച്ചിട്ടാണ് പിന്നെ അത് 9ാം വാർഡിലേക്ക് മാറി. ടീച്ചറെ പല സ്ഥലങ്ങളിലേക്ക് മാറിയല്ലോ. പല സ്ഥലങ്ങൾക്ക് മാറി. സ്ഥലം കിട്ടാതെ വന്നപ്പോഴാണ് ഒരു സ്ഥലം കിട്ടണം. അങ്ങനെയാണ് കേശവേട്ടനെ സമീപിക്കുകയും കേശവേട്ടൻ വളരെ സന്തോഷപൂർവ്വം അത് തരികയും ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് മറ്റ് നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ലീല ടീച്ചറെ സംബന്ധിച്ച് ഞാനും ലീല ടീച്ചറുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും കുറെ കാലം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നുവെച്ചാൽ ഞാൻ 2005 മെമ്പറായിട്ടിരിക്കുന്ന സമയത്തും അന്ന് പിന്നെ എൻ്റെ വാർഡിലായിരുന്നു ടീച്ചർ. അന്നും ഞങ്ങള് ഇണങ്ങിയും പിണങ്ങിയും വളരെ സ്നേഹത്തോടും ദേഷ്യത്തോടും എല്ലാ ടെൻഷനും കൂടിയിട്ടാണ് കല്യാണം. എൻ്റെ മെമ്പർക്ക് അറിയാം. വീട്ടിൽ കിടന്നിട്ടുണ്ട്. സെക്കൻഡ് ദിവസം എനിക്കായിരുന്നു കല്യാണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുട്ടികളുടെ വിരുന്ന്, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഓടിപ്പോന്ന്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു സംഭവം പോലും
ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഇട്ട് തരാണ് ടീച്ചറെ ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ടീച്ചർ അതിൽ ഇവിടെ പങ്കുകൊള്ളണം പറഞ്ഞു. പിന്നെ ഇത്രയും വർഷം ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മമാര്, കുട്ടികള്, എല്ലാവരും എന്നോടൊത്തുള്ള സഹകരണം കൊണ്ട് തന്നെയാണ് നിന്ന് പോയത്. എല്ലാവർക്കും പറഞ്ഞ എടുത്തു പറയാനായിട്ട് ഇല്ല, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയാണ്. എനിക്ക് അധികം പറയാനുള്ള ആ ഒരു അവസ്ഥയിലല്ല ഞാൻ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചടങ്ങിൽ നിരവധി കുട്ടികളും രക്ഷിതാക്കളും പങ്കുചേർന്നു. കുരുന്നുകളുടെ പ്രിയപ്പെട്ട ടീച്ചറുടെ വിരമിക്കൽ ചടങ്ങ് നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും വികാരനിർഭരമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്.